മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 26-ാം വാക്യം. അവർ ഭക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു അപ്പം എടുത്ത് വാഴ്ത്തി മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എടുത്തു ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാകും. കർത്താവായ മിശിഹായുടെ പെസഹ. മുറിയപ്പെട്ട അപ്പം കൊണ്ട് യേശുക്രിസ്തു തന്നെ അടയാളപ്പെടുത്തി കടന്നുപോകുന്ന പെസഹ. ഇസ്രായേൽക്കാർ കാനാൻ ദേശത്തേക്ക് കടന്നുപോയതുപോലെ കർത്താവായ യേശുക്രിസ്തു സ്വർഗരാജ്യത്തിലേക്ക്, സ്വന്തം ഗേഹത്തിലേക്ക് യാത്രയാവുകയാണ്. ഭൂമിയിലെ ഏറ്റവും നിസ്സാരമായ അപ്പം കൊണ്ട് തന്നെ അടയാളപ്പെടുത്തി അവൻ അവരിൽ നിന്ന് സാവധാനം അകന്നു മാറുന്ന കാഴ്ച നമുക്ക് കാണാം. അവൻ പറഞ്ഞു, ഇത് എൻ്റെ ശരീരമാകുന്നു. അവൻ അപ്പം എടുത്തു, തന്നെ എടുത്തുയർത്തുന്ന കർത്താവിനെ നമുക്ക് ഇവിടെ ദർശിക്കാൻ സാധിക്കും. അവൻ ദൈവമായതുകൊണ്ട് തന്നെ ഉയർത്തിയതിനെ സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തുകയാണ്. വാഴ്ത്തി മുറിച്ചു കൊടുക്കുകയാണ്. മുറിച്ചു കൊടുത്ത് അവരോട് ആവശ്യപ്പെടുന്നു, നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കുവിനെന്ന്. ഒരപ്പൻ തൻ്റെ മക്കൾക്ക് ശേഷിക്കുന്ന സമ്പത്ത് വീതം വെച്ച് കൊടുത്തിട്ട് കടന്നു പോകുന്നത് പോലെ കർത്താവായ ഈശോ മിശിഹ ദിവ്യകാരുണ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒളിപ്പിച്ചിട്ട് ഈ ലോകം വിട്ടുപോകുന്ന മഹനീയമായ കാഴ്ച. അപ്രകാരം തന്നെ പാനപാത്രമെടുത്ത് അവൻ അവരോട് പറഞ്ഞു, ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാണ്. പഴയ നിയമത്തിലെ പുരോഹിതൻ പാപപരിഹാര ബലിക്ക് ശേഷം രക്തം ബലിപീഠത്തിന്റെ ചുറ്റും ഒഴിച്ചു കളയുന്നതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടും ദൈവം ഇസ്രായേൽ ജനതയുമായി ഉടമ്പടി ചെയ്യുമ്പോൾ രക്തം തളിച്ചുകൊണ്ട് ഈ ഉടമ്പടി ഉറപ്പിക്കുന്നതിനെയും സൂചിപ്പിച്ചുകൊണ്ട് കർത്താവായ ഈശോ മിശിഹ തൻ്റെ രക്തത്തെക്കുറിച്ച് പറയുന്നു, നിങ്ങൾ ഈ രക്തം പാനം ചെയ്യുവിൻ, പൂർണ്ണമായിട്ടുള്ള പാപമോചനത്തിൻ്റെ അടയാളമായിട്ട് ഇത് ചെയ്യണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നു. മനുഷ്യരായ നമുക്ക് നമ്മെ തന്നെ എടുത്തുയർത്താൻ സാധിക്കില്ല. കർത്താവായ ക്രിസ്തുവിൻ്റെ ഈ കുർബാനയോടുകൂടി നമുക്ക് നമ്മെ തന്നെ ഉയർത്താം. നമ്മുടെ ക്ലേശകരമായ ജീവിതവും ജീവിതത്തിൻ്റെ സങ്കടങ്ങളും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളും സമർപ്പിക്കാനായി ഉയർത്തിക്കൊടുക്കാം. പിതാവായ ദൈവം അതിനെ വാഴ്ത്തി വിഭജിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് തിരികെ തരും. മുറിച്ചു കൊടുത്ത് കടന്നുപോയതിൻ്റെ ഓർമ്മയാണ് കർത്താവായ ക്രിസ്തുവിൻ്റെ പെസഹ. പ്രിയമുള്ളവരെ, നമ്മളും കടന്നു പോകും ഒരു ദിവസം. അന്ന് ഓർമ്മയ്ക്കായി അവശേഷിപ്പിക്കാൻ എൻ്റെ കയ്യിൽ എന്ത് ശേഷിക്കും? കുടുംബത്തിൻ്റെ, സമൂഹത്തിൻ്റെ കൂട്ടായ്മയിൽ മുറിയപ്പെടുന്ന വ്യക്തിയായി ഞാൻ മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ പെസഹ നിങ്ങൾ ആഘോഷിച്ചു.